പ്രിയപ്പെട്ടവരെ, ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് രാഷ്ട്രീയ അഭയം തേടി ഇന്ത്യയിലെത്തിയ വിവരം പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ മടക്കി ആവശ്യപ്പെടുകയാണ് ബംഗ്ലാദേശ്. ഷെയ്ഖ് ഹസീന മടങ്ങുമോ എന്നതാണ് ചോദ്യം. ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന ആവശ്യം ആവർത്തിക്കുകയാണ് ബംഗ്ലാദേശ്. ഇന്ത്യൻ ഹൈക്കമ്മീഷണറുമായുള്ള ചർച്ചയിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആവശ്യമുന്നയിച്ചു. ഹസീനയുടെ കൈമാറ്റം ഇന്ത്യ വേഗത്തിലാക്കുമെന്ന് കരുതുന്നുവെന്നാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചത്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഇന്ത്യയിൽ നിന്ന് എപ്പോൾ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ കാലുകുത്തുന്നോ ആ നിമിഷം അവർ അറസ്റ്റിലാവും, അവർ കസ്റ്റഡിയിലാവും. വളരെ ഗുരുതരമായ കുറ്റങ്ങളാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറാകുമോ? മടങ്ങാൻ ഷെയ്ഖ് ഹസീന തയ്യാറാകുമോ? മടങ്ങിയില്ലെങ്കിൽ ബംഗ്ലാദേശ് സർക്കാരിന്റെ നീക്കം എന്തായിരിക്കും? ആദിൽ പാലോ. അരുൺകുമാർ, നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കിയ സംഭവമാണ് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഈ ഷെയ്ഖ് ഹസീനയുടെ കാര്യം. ഷെയ്ഖ് ഹസീന ഡിസംബറോടെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് വാർത്താസമ്മേളനം നടത്തിയിരുന്നു ഈ മാസം 5-ാം തീയതി. ആ വാർത്താസമ്മേളനം ഇന്ത്യയിൽ വെച്ച് നടത്തിയതിൽ തന്നെ കടുത്ത അതൃപ്തി ബംഗ്ലാദേശിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ പറഞ്ഞതുപോലെ അവിടെ കാല് കുത്തുന്ന സമയം കസ്റ്റഡിയിലാകും, അറസ്റ്റിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഒരു കോടതി, ബംഗ്ലാദേശിലെ കോടതി വിധിച്ചിരുന്നത് മരണം വരെ തൂക്കുക എന്നാണ് ഷെയ്ഖ് ഹസീനയുടെ ചെയ്ത കുറ്റങ്ങൾക്ക് വിധിച്ചിരുന്നത്. ആ സമയം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തി എന്നതടക്കമുള്ള കുറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ വിഷയത്തിലെ അപ്ഡേറ്റ്, ദിനേശ് ത്രിവേദി എന്ന ബംഗ്ലാദേശിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണർ അവിടുത്തെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി താരിഖ് റഹ്മാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു നിർബന്ധ ബുദ്ധി, ഒരു നിർദ്ദേശമായി തന്നെ ഹൈക്കമ്മീഷണറോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് എത്രയും വേഗം ഷെയ്ഖ് ഹസീനയെ തിരികെ വിട്ടു നൽകണം എന്നുള്ളതാണ്. ഇതിൽ ഇന്ത്യയുടെ നിലപാട് എന്താകും എന്നുള്ളത് ഇനി അറിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ മാസം 5-ാം തീയതി ഇന്ത്യയിൽ വെച്ചൊരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഓൺലൈനാണ് വാർത്താ സമ്മേളനം ഷെയ്ഖ് ഹസീന നടത്തിയത്. അതിൽ തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ട് ബംഗ്ലാദേശ് അറിയിച്ചിരുന്നതാണ്. ഇന്ത്യയിൽ വെച്ച് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു ബംഗ്ലാദേശിന്റെ നിർദ്ദേശവും ആവശ്യവും. അതിനിടെയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ തിരികെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി തന്നെ ഇന്ത്യയുടെ ആവശ്യം മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതികരണം എന്താണെന്ന് ഇനി അറിയണം. അരുൺ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.